നമുക്ക് പഠിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉമ്മ ഉമ്മ സിമ്പിളായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റിലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ഉമ്മ ആക്കി തരും. അപ്പം ഉമ്മ പറഞ്ഞ് ഫ്രൈഡ് റൈസ് ആക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് തിന്നാൻ പോകാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ആക്കാം. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഗ്യാസിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇത് ഉള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റാണിത്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയാണ് വേണ്ടത്. എനിക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ മിക്സാക്കാം. എല്ലാം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി കൊടുക്കാം. നമുക്കൊരു മഞ്ഞ കളറായി വരും. നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് തെയ്യൂല, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. സാൾട്ട് നമുക്ക് തനിമ റൈസ് അരി ഇട്ട് കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. സ്കൂളിലേക്ക് ലഞ്ചായിട്ടെല്ലാം കൊണ്ടുപോവാണെങ്കിൽ എല്ലാം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം തേങ്ങിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണം. ഒക്കെ മൂടിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ ഗ്യാസിൽ ഒരു പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി ചൂടാക്കുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടാക്കുമ്പോഴത്തേക്ക് അതിലേക്ക് മുട്ടിട്ട് കൊടുക്കാം. 2 മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണായിട്ടും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മുട്ടയിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത്ര ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സപ്പോർട്ടാക്കി ഞങ്ങളും സപ്പോർട്ടാക്കും. അപ്പോൾ അപ്പോഴത്തെ നല്ല ഫ്രൈഡ് റൈസായി വരുന്നുണ്ട്. അപ്പോൾ ചെയ്യാം. തീയോ കുറച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് തുറന്ന് നോക്കാം. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആ ചോറിലേക്ക് മുട്ട വഴറ്റിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും മുട്ടയും കൂടി നന്നായി മിക്സാക്കി കൊടുക്കാം. നല്ല മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ തീയിലാണ് വെച്ചിട്ട് ചോറ് കുക്കാക്കിയത്. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആക്കിയിട്ട്. എന്നിട്ട് ഇതെന്താണ് ഞാൻ ഗൈസ് എന്നിട്ട് പറ. ഇതാണ് ഗൈസ് ഒരു വീഡിയോൻ്റെ അടുക്ക് വരുന്നേ ചിരിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടും ചെയ്യാം. നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ കാണാം. ബൈ.